ഇന്ന് ധ്യാൻ്റെ വീഡിയോ ഒരു മീഡിയക്കാരനായിട്ട് ആരാണ് മീഡിയക്കാരൻ? ധ്യാൻ്റെ അടുത്തൊന്നും കളിക്കാൻ പറ്റില്ല. ധ്യാനെല്ലാം വാചടിക്കുക നല്ല പ്രാക്ടിക്കലായിട്ട് ആളാണ്. വാചടിച്ച പുള്ളി വീട്ടാണ് പറ്റുമെന്നില്ല. ഇന്ന് ധ്യാൻ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നാളെ ധ്യാൻ്റെ അടുത്ത പടം ഇറങ്ങാണ്. ധ്യാൻ പറഞ്ഞ വളരെ വിനീത് ശ്രീനിവാസൻ ആള് പ്രതിഭ മേഘ ഇതൊക്കെ ആണെങ്കിലും വിനീത് ശ്രീനിവാസനെക്കാട്ടുള്ള പ്രാക്ടിക്കലായിട്ട് ആള് ധ്യാനാണ്. വാചകടിയിലൊന്നും ധ്യാനം ആർക്കും വെട്ടിക്കാൻ പറ്റില്ല. ഞാൻ ധ്യാനം ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ധ്യാൻ വളരെ ജെന്യൂൻ പേഴ്സണായിട്ട് എനിക്ക് തോന്നിക്കുന്നത്. എല്ലാം തുറന്നു പറയുന്ന ആളാണ്. ഒരാൾ സീരിയസ് ആവണമെന്ന് പറഞ്ഞാൽ അത് ചോദ്യം അത് പുള്ളിക്ക് പുള്ളിയുടെ ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടനുള്ള എന്നൊക്കെ ചോദിക്കാൻ പറ്റും. അതിൽ ഓരോരുത്തർ ഇൻഡിവിജ്വൽ കാര്യങ്ങളാണ്. അത് അയാൾ അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അയാൾ അൺകംഫർട്ടബിൾ ആക്കേണ്ട ചോദ്യം ചോദിച്ചത് അതിനുള്ള അവന് കിട്ടുകയും ചെയ്തു. വീഡിയോ ഞാൻ കണ്ടു. എന്താ പറഞ്ഞ ചൂടായുണ്ട്. ആ പയ്യനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം ചോദിക്കുമ്പോൾ ഇങ്ങനെയാണല്ലോ, അൺപ്ലസന്റ് ചോദ്യങ്ങളല്ല എല്ലാവരും ചോദിക്കുന്നത്. മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളെല്ലാം എല്ലാം ചോദിക്കുന്നത്. നാളെ ചോദ്യങ്ങൾ ആരും ചോദിക്കില്ലല്ലോ. പ്ലസൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ആരും ചോദിക്കില്ല. ഇടയ്ക്കുള്ള അൺപ്ലസന്റ് ചോദിക്കാം, പക്ഷെ എപ്പോഴും അതായാൽ ശരിയാവില്ല. മച്ചാൻ്റെ മല എല്ലാവരും പോയി കാണുക. കാരണം നല്ലൊരു സിനിമയാണ്. ഇങ്ങനത്തെ സിനിമ കുറെ നാളായിട്ട് കണ്ടിട്ടില്ല. നല്ല ഫാമിലി പടം, നല്ല നന്മയുടെ പടം, നല്ല മെസ്സേജ്. ഞാനില്ല സ്വരം നന്നാകുമ്പോൾ പാട്ട് കേൾക്കുന്ന പോലെ ഞാനില്ല. ഞാനീ വളരെ ലുലുവിൽ ഓപ്രോണിൽ പോയിട്ട് എൻ്റെ ചാനലിടും. കേരളത്തിലെ തിയേറ്ററിൽ തുടങ്ങിയത് എന്നിലൂടെയാണ്. വനിതാ തിയേറ്റർ ഫേമസ് ആയത് എന്നിലൂടെയാണ്. അതേപോലെ കോവിഡ് എൻ്റെ ഓൺലൈൻ മീഡിയ പൊങ്ങിയത് എന്നിലൂടെയാണ്. ഇപ്പം എല്ലാവരും എന്നെ അവഗണിക്കുന്നുണ്ട്. പുതിയ മീഡിയക്കാരെല്ലാം അവഗണിക്കുന്നവർ അവഗണിക്കട്ടല്ല. എന്തുവേണം?